ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഞാൻ ചെറിയ പനിയൊക്കെ ആയിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ശബ്ദത്തിനൊരു ചെറിയ വ്യത്യാസം. എന്നാലും നിങ്ങൾക്ക് പറയുമ്പം കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഫ്രോസ്റ്റ് ചെയ്തെല്ലാം കഴിയുമ്പോഴേക്കും 1 കിലോ കിട്ടത്തക്കവണ്ണം ഉള്ള ഒരു വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഫ്രോസ്റ്റ് ചെയ്യുന്നതിന് മുൻപാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിൽ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 600 ഗ്രാമിൻ്റെയും 700 ഗ്രാമിൻ്റെയും ഇടയ്ക്കുണ്ടാവും ആ കേക്കിൻ്റെ വെയിറ്റ് കേട്ടോ. ഇപ്പം ഞാൻ 1 കപ്പ് പഞ്ചസാര ലെവലായിട്ട് എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ച് ആദ്യം അതിൻ്റെ ചൂടൊന്ന് പോകാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് അതിനകത്തോട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാം. അതിനായിട്ട് എടുത്തിരിക്കുന്നത് 1 കപ്പ് ലെവലായിട്ട് മൈദയും 1 ടീസ്പൂൺ ലെവലായിട്ട് ബേക്കിംഗ് പൗഡറും. ഇതിനകത്ത് ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല കേട്ടോ, നല്ല സോഫ്റ്റാണ്. പിന്നെ കുറേ കൂടെ എക്സ്ട്രാ സോഫ്റ്റ് ആവാനായിട്ട് ഞാൻ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറോട് ചേർക്കുന്നുണ്ട് കേട്ടോ. കോൺഫ്ലോർ ചേർക്കണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ തന്നെ നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് 4 ടേബിൾ സ്പൂൺ ലെവലായിട്ട് വരെ കോൺഫ്ലോർ ചേർക്കാവുന്നതേ ഉള്ളൂ. ഞാൻ 2 ടേബിൾ സ്പൂണേ ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ കേട്ടോ. മിക്കവരും ഉപ്പ് പൊടിയും ഇതിൻ്റെ കൂടെ തന്നെയാണ് ചേർക്കുന്നത്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മുട്ട നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പും വാനില എസൻസും കൂടി ഇടുമ്പോൾ കുറേ കൂടെ നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റായി വരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറേ കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കും കിട്ടാറുണ്ട്. ഇപ്പം 3 പ്രാവശ്യം നന്നായിട്ട് അതടഞ്ഞ് നമ്മൾ മാറ്റി വെച്ചു. പഞ്ചസാര പൊടിച്ച് മാറ്റി വെച്ചു. കാരണം പഞ്ചസാര പൊടിച്ച് കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു ചൂടുണ്ടാവുമല്ലോ, ആ ചൂട് മുഴുവൻ പോയി കഴിഞ്ഞിട്ടേ നമ്മൾ ബീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുള്ളൂ. നമ്മൾ ഈ എടുക്കുന്ന അത്രയും ബാറ്റർ ഒറ്റ മോൾഡിൽ തന്നെ നമുക്ക് ബേക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ 2 മോൾഡിലായിട്ട് എടുക്കാം. പക്ഷേ 3 മോൾഡിലായിട്ട് ഈക്വൽ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒഴിക്കുമ്പോഴാണ് നല്ലതായിട്ട് ഹൈറ്റ് കിട്ടും. നമുക്ക് ഉദ്ദേശിക്കുന്നതിലും സാധാരണ 1ആയിട്ട് ബേക്ക് ചെയ്യുന്നതിലും 2ആയിട്ട് ബേക്ക് ചെയ്യുന്നതിലും കുറച്ചേ കൂടെ നമുക്ക് ഹൈറ്റ് കേക്കിന് കിട്ടുന്നത് 3ആയിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ബേക്ക് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 മോൾഡിലും അതിൻ്റെ കറക്റ്റ് സൈസിലുള്ള പേപ്പറൊക്കെ താഴെയും കട്ട് ചെയ്തിട്ടു, സൈഡിലുമൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു 2 ടയർ വെഡിങ് കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് നല്ല ഹൈറ്റ് വേണം. അതുകൊണ്ടാണ് ഞാൻ 6 ഇഞ്ച് മോൾഡ് എടുത്തത്. അല്ല, നിങ്ങൾക്കൊരു ബർത്ത്ഡേ കേക്ക് ചെയ്യാനാണെങ്കിൽ ഒരു 8 ഇഞ്ച് മോൾഡിൽ ഒറ്റയായിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ ഈ മുട്ട ഇങ്ങനെ കാണിക്കാനുള്ള കാരണം, നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കുമ്പോഴത്തേക്കും ആ മുട്ടയുടെ പുറത്ത് ചെറിയ വെള്ളത്തുള്ളികൾ കാണുമല്ലോ, അതെല്ലാം തുടച്ചൊന്ന് മാറ്റിയിട്ട് വേണം നമ്മൾ മുട്ട പൊട്ടിക്കാനായിട്ട് തുടങ്ങാൻ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തെ ആ ഒരു വെള്ളം, ആ 3-4 മുട്ടയാണ് നമ്മൾ എടുക്കുന്നത്. ആ 4 മുട്ടയിലെയും വെള്ളം കുറേശ്ശെ തുള്ളികളായിട്ട് വീഴുമ്പോൾ ഒരു പക്ഷേ പതയാതിരിക്കില്ല, പക്ഷേ ചില സമയത്ത് അത് പതഞ്ഞു പോകാതിരിക്കും. അതുകൊണ്ട് അത് തുടച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കാനായിട്ട്. ഇപ്പം 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/8 ടീസ്പൂൺ, അതായത് 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും 1 ടീസ്പൂൺ ലെവലായിട്ട് വാനില എസൻസും ഒഴിച്ചിട്ടുണ്ട്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ഇത് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ മാക്സിമം എൻ്റെ ശബ്ദത്തിൽ പറയാമേ. ഇപ്പോൾ നമുക്ക് ഇത് ഇത്രയും മാത്രം ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. അതെന്തുമാത്രം ഫ്ലഫി ആയിട്ട് വരുമോ അത്രയും ഇത് മാത്രം ഇട്ടിട്ട് ഉപ്പും വാനില എസൻസും മുട്ടയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഇപ്പം കണ്ടല്ലോ നിങ്ങൾ, ഇത് തന്നെ ഇത്രയും നന്നായിട്ട് പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാലോ ഈ മുട്ടയിലോട്ട് പഞ്ചസാരയും ഒക്കെ കൂടി ഇട്ട് ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്തുമാത്രം സോഫ്റ്റായിട്ട് അത് ഫ്ലഫി ആയിട്ട് വരുന്ന അതിൻ്റെ ബാറ്റർ. ഇപ്പോൾ ഞാൻ പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് അങ്ങനെ തന്നെ വേണമെങ്കിലും ചേർക്കാം. പക്ഷേ അതിൻ്റെ കട്ടയായിട്ട് പോയി ഒരിടത്തും കിടക്കാതിരിക്കാനായിട്ട് ഞാൻ കുറേശ്ശെയായിട്ട് ഇതിനകത്തോട്ട് എടുക്കുകയാണ്. നമ്മുടെ അരിപ്പയിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഇടഞ്ഞിട്ട് അത് കുറേശ്ശെയായിട്ട് ഒരു 4 ബാച്ചായിട്ടാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തത് കേട്ടോ. ഇപ്പം ആദ്യത്തെ ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 4 പ്രാവശ്യമായിട്ട് ഞാൻ ആ അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കട്ടയില്ലാതെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നമ്മൾ ആ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലോട്ട് പഞ്ചസാര ഒറ്റയടിക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ആ നന്നായിട്ട് പൊങ്ങി വന്ന ആ മുട്ടയുടെ ആ ഒരു ബാറ്ററി ചിലപ്പം അങ്ങ് താന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇട്ട് നന്നായിട്ട് അത് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല അങ്ങ് പത പോലെയാവും. നമ്മൾ ഷാമ്പൂ ഒക്കെ നന്നായിട്ട് പതച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ അങ്ങ് നല്ല സോഫ്റ്റായിട്ട് പതഞ്ഞു പൊങ്ങി വരും. ഈ ഒരു റെസിപ്പി കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നിങ്ങളൊരു വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയാൽ നിങ്ങൾക്കൊരു കാരണവശാലും നല്ലൊരു പെർഫെക്റ്റ് വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാൻ പറ്റാതെ വരില്ലെന്ന് എനിക്ക് ഉറപ്പാണ് കേട്ടോ. പക്ഷേ ഇതിൽ വ്യത്യാസം ഒന്നും വരുത്തരുതെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ പഞ്ചസാരയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ബോളിൻ്റെ സൈഡും അതിൻ്റെ അടിഭാഗവും ഒക്കെ നന്നായിട്ടൊന്ന് സ്പാച്ചുലായിട്ട് ഒന്ന് വടിച്ചു കൊടുത്തിട്ട് ആ ബോളിൻ്റെ അടിഭാഗം കൂട്ടി നന്നായിട്ട് ആ സ്പാച്ചുല കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും അടിയിലെങ്ങാനും പഞ്ചസാരയോ വെല്ലവും പോയി നന്നായിട്ട് ഇളകാതെ ഉണ്ടെങ്കിൽ അതൊക്കെ ആ ബാറ്ററിലോട്ട് വരും. ഇപ്പോൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ ലെവലായിട്ട് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം കേട്ടോ.
പിന്നെ 2 ടേബിൾ സ്പൂൺ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ചേർക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ആയാലും വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. പക്ഷേ 3 എനിക്ക് പെർഫെക്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഈ ബാറ്ററിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ചെറിയ സ്പീഡിൽ വേണം ഹാൻഡ് ബീറ്റർ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എഗ് ബീറ്ററിൻ്റെ ആവശ്യമില്ല. നമുക്ക് സ്പാച്ചുല ഇട്ട് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിസ്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ആ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിൽ വല്ലതും താഴെ പോയി കിടന്ന് അങ്ങനെ ഒരു സൈഡിൽ കിടക്കാതിരിക്കാനായിട്ട് ആ സ്പാച്ചുലയായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനിയിപ്പം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് മൈദയും ബേക്കിംഗ് പൗഡറും കോൺഫ്ലവറും കൂടെ നമ്മൾ 3 പ്രാവശ്യം ഇടഞ്ഞു വെച്ചിരിക്കുന്നുണ്ടല്ലോ, അത് ഒരു 3-4 ബാച്ചായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ വിസ്കിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പാച്ചുലയാണ് കൂടുതൽ എളുപ്പം എന്നുണ്ടെങ്കിൽ സ്പാച്ചുല വേണേലും യൂസ് ചെയ്യാം. അത് ആ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ എടുത്താൽ മതി. പക്ഷേ എനിക്ക് ഏറ്റവും പെർഫെക്റ്റായിട്ട് കിട്ടുന്നത് ഈ വിസ്ക് കൊണ്ടിങ്ങനെ പെതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു 3-4 പ്രാവശ്യം. അതൊരുമാതിരി ഒന്ന് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ പാലെടുത്തിരിക്കുന്നത് 4 ടേബിൾ സ്പൂണും അതിൻ്റെ കൂട്ടത്തിൽ അവസാനം ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്തായിരുന്നു. മൊത്തം 5 ടേബിൾ സ്പൂണാണ് ഞാൻ പാലെടുത്തത് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 4 ടേബിൾ സ്പൂൺ മാത്രം ഒഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം ഇതിപ്പോൾ കുറേ നാളായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്കതിൻ്റെ കറക്റ്റ് ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ അറിയാം. നമുക്ക് എന്തെങ്കിലും ഒരു ഇച്ചിരി കൂടുതൽ കട്ടിയായാൽ 1 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചാൽ കുഴപ്പമില്ലെന്നറിയാം. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും 4 ടേബിൾ സ്പൂൺ മാത്രം പാലൊഴിച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. അത് മിക്സ് ചെയ്യുമ്പോഴേക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിങ്ങൾ പോയി ഒന്ന് ചെക്ക് ചെയ്താൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല റെസിപ്പികളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതൊക്കെ പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും. ആ ഓളും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ വെഡിങ് കേക്കിന് വേണ്ടിയുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഹൈറ്റിലാണ് കേക്ക് വേണ്ടത്. അതുകൊണ്ട് 3-6 ഇഞ്ചിൻ്റെ മോൾഡ് എടുത്തിട്ട് അതിലോട്ട് ഈക്വലായിട്ട് ഞാൻ ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ. പിന്നെ എൻ്റെ കയ്യിൽ സ്ക്യൂർ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ സ്ക്യൂർ ഇട്ട് ഞാൻ അതിൻ്റെ ബബിൾസ് ഒന്നും ഉടയ്ക്കുന്നില്ല. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ബേക്ക് ചെയ്യാൻ വെക്കുമായിരുന്നു. പിന്നെ നിങ്ങളോട് പറയാനുള്ള പ്രധാന ഒരു കാര്യം, എല്ലാവരും 180 ഡിഗ്രി എന്ന് പറയും. പക്ഷേ എൻ്റെ ഓവനിൽ 180 വേണ്ട ആവശ്യമില്ല. 180 വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബേക്ക്ഡായിട്ട് നടുഭാഗം വേവാതെ ഇരിക്കും. അപ്പോൾ നിങ്ങളുടെ ഏത് ഓവനാണോ ആ ഓവൻ്റെ ചൂട് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും പറയും മിഡിൽ റാക്കിൽ വെക്കണമെന്ന്. എനിക്ക് മിഡിൽ റാക്കിൽ വെച്ചാലും ഓവറായിട്ട് ബേക്ക്ഡായി പോകാറുണ്ട് മുകൾ ഭാഗം. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇത് ബേക്ക്ഡായി വന്നിട്ടുണ്ട്. എന്ത് ഭംഗിയായിട്ട് ഒട്ടും ഇങ്ങനെ ഡാർക്ക് കളറിലങ്ങ് ആയി പോകാതെ നല്ല പെർഫെക്റ്റ് ആ ഒരു കളറിൽ ബേക്കായി വന്നു. ഇപ്പം നിങ്ങളെ അത് പെതുക്കി ഒന്ന് തൊട്ട് കാണിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അത് എന്തുമാത്രം സോഫ്റ്റ് ആണെന്ന്. ഒരിച്ചിരി കൂടുതൽ അമർത്തി തൊട്ടാൽ പോലും അതിങ്ങനെ അങ്ങ് താന്നു പോകും. പക്ഷേ ഇത് കുറച്ച് ചൂട് പോയി കഴിയുമ്പോഴേക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഷ്രിങ്കായി വരുമേ. ആ തണുത്തൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ ചുറ്റുമുള്ള പേപ്പറൊക്കെ എടുത്തിട്ട് നമ്മൾ എത്ര പെർഫെക്റ്റായിട്ട് ബേക്ക് ചെയ്തെടുത്താലും ആ കേക്കിൻ്റെ സൈഡിലും അതിൻ്റെ മുകൾ ഭാഗത്തും ചെറിയൊരു ബ്രൗൺ കളറിലുള്ള ക്രസ്റ്റ് കാണും. നിങ്ങൾക്കത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റണമെന്ന് നിർബന്ധമില്ല. പിന്നെ നല്ല കളറിലുള്ള കേക്ക് വേണം നിർബന്ധമുണ്ടെങ്കിൽ അത് പെതുക്കെ കൈകൊണ്ട് തന്നെ അത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. കൈകൊണ്ടൊന്ന് ഉരുട്ടി മാറ്റിയാൽ മതി. അല്ലെങ്കിൽ നൈഫ് കൊണ്ട് തന്നെ മുകൾ ഭാഗം വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ. പക്ഷേ അത് കട്ട് ചെയ്ത് മാറ്റണമെന്ന് ഒരു നിർബന്ധവുമില്ല. അത് ഫ്രോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അറിയേയില്ല. അളവുകളൊന്നും തെറ്റാതെ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്